ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ RRB NTPC QA സീരീസിലെ 4ാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ 15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് റേഷ്യോ പ്രൊപ്പോർഷൻ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന് പോയി കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ് W ഈസ് ടു 0.8 പ്രൊപ്പോർഷൻ ടു 9:6. നമുക്കറിയാം ഈ സൈൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ്റെ സൈനാണ്. ഓക്കെ, ഇതിൽ ഈ പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥം എന്താണ്? W ഡിവൈഡഡ് ബൈ 0.8 എന്ന് പറഞ്ഞ റേഷ്യോയും 9/6 എന്ന് പറഞ്ഞ റേഷ്യോയും സെയിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ W വാല്യൂ എന്താണെന്നാ ചോദ്യം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ 9:6 വീണ്ടും ഒന്ന് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. 3 കളഞ്ഞ് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ എന്ത് കാണണം? W കാണണം. ഒന്നെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണാം, അല്ലെങ്കിൽ നേരെ ഇവിടെ നോക്കിയാൽ മതി. ഈ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0.8 കിട്ടുന്നത് നോക്കുക. ഡെസിമൽ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0.8 കിട്ടുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0.8 അല്ല 8 കിട്ടുന്നത് 2നെ. അതുപോലെ തന്നെ 3യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് W കിട്ടുന്നത് നോക്കിയാൽ മതി. 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ല, 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കുക. നമുക്ക് 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 3 × 4 എന്ന് പറഞ്ഞാൽ 12 എന്ന് കിട്ടും. അപ്പോൾ 1, 2 എന്നൊക്കെ ഓപ്ഷനിലുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഡെസിമൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓപ്ഷൻസ് എല്ലാം ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ 3 × 4 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ 1, 2 എന്ന് വരുന്നത് ഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു 9, 17 and 27. ഈ ഫോർത്ത് പ്രൊപ്പോർഷണൽ, തേർഡ് പ്രൊപ്പോർഷണൽ, മീൻ പ്രൊപ്പോർഷണൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ RRBക്കായാലും SSCയിലായാലൊക്കെ വരുന്നൊരു ഏരിയ ആണത്. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് A, B, C ഇവയുടെ ഫോർത്ത് പ്രൊപ്പോർഷനിലാണ് X എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? A/B ഈസ് ഈക്വൽ ടു C/X ആയിരിക്കും. അതുപോലെ തന്നെ A, B ഇവരുടെ തേർഡ് പ്രൊപ്പോർഷനിലാണ് X എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? A/B ഈസ് ഈക്വൽ ടു B/X. അതായത് ഈ എയും ബിയും ഫോർത്ത് പ്രൊപ്പോർഷനിലാണെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള സെയിം റേഷ്യോ ആയിരിക്കും എന്ത്? സിയും എക്സും എന്ന് പറയുന്നത്. ഇനി തേർഡ് പ്രൊപ്പോർഷനിലാണെങ്കിലോ എയും ബിയും തമ്മിലുള്ള സെയിം റേഷ്യോ ആയിരിക്കും എന്ത്? ബിയും എക്സും തമ്മിൽ. ആ ഒരു വ്യത്യാസം തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ എയുടെയും ബിയുടെയും മീൻ പ്രൊപ്പോർഷനിലാണ് എക്സ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എയും എക്സും തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും എക്സും ബിയും തമ്മിലുള്ള റേഷ്യോ. അതായത് ഈ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? √AB കണ്ടാൽ മതി. ഈ എക്സ് ആണ് ഇവിടെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ 2-3-4 കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു 9, 17, 27. ഇവിടെ ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താ? 9/17 എന്ന് പറഞ്ഞ റേഷ്യോയും 27/ ഏതോ ഒരു എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഈ റേഷ്യോയും സെയിം ആണ്. അങ്ങനെയാണ് എക്സ് എത്രയാണെന്ന ചോദ്യം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? നേരെ നോക്കുക. ഇവിടെ 9നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27 ആകുന്നത്? × 3 അല്ലേ? 9 × 3 ആണ് 27. അതുപോലെ തന്നെ 17നെ × 3 ചെയ്യാം. എത്ര കിട്ടും? 70 × 3 എന്ന് പറഞ്ഞാൽ 51 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഞാൻ എഴുതിയിട്ടുള്ള പോലെ ഇവിടെ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം? 9നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 27 കിട്ടുന്നത് നോക്കുക. × 3. അതുപോലെ തന്നെ 17നെ എന്ത് ചെയ്യാം? ഒരു × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 51. അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മീൻ പ്രൊപ്പോർഷനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 22 എക്സും 88 എന്താണ്? പ്രൊപ്പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദ്യം. ഇവിടെ ഇതിന്റെ അർത്ഥം എന്താ? 22/x എന്ന് പറഞ്ഞാലും x/88 എന്ന് പറഞ്ഞാലും എന്താണ്? റേഷ്യോ സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കാണാനാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരെ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഷോർട്ട് കട്ട് എന്താ? x ഈക്വൽ ടു √AB, അതായത് √22 × 88. അപ്പോൾ √22 × 88 എങ്ങനെ പെട്ടെന്ന് കാണും? 22 നമുക്ക് 11 × 2 എന്ന് എഴുതാം. 88നെ 11 × 8 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. 11 × 2 × 11 × 8. അപ്പോൾ റൂട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? 2 11 ഉണ്ട്. അപ്പോൾ ഒരു 11 പുറത്തോട്ട് വരും. പിന്നെന്താണ്? ഒരു 2 × 18 എത്രയാണ്? 16. 16ന്റെ റൂട്ട് എന്താ? 4. എത്രയാണ് അപ്പോൾ ആൻസർ? 44 എന്ന് വരും.
അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഫസ്റ്റ് 11 രണ്ടെണ്ണം കാണുമ്പോൾ തന്നെ നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ എന്ത് വരില്ല, എയും വരില്ല ഡിയും വരില്ല. നമ്മുടെ ഓപ്ഷൻസിൽ 11ന്റെ മൾട്ടിപ്പിൾ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കുത്താം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് രണ്ടെണ്ണം 11ന്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് തേർഡ് പ്രൊപ്പോർഷൻ, മീൻ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ് കൺസെപ്റ്റ് എന്താണ്? ഈ 28നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ആവുന്നുണ്ട്, എക്സിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 88 ആവുന്നുണ്ട്. അങ്ങനെ ഏത് നമ്പറാണ് ഓപ്ഷൻ വരുന്നത് നോക്കിയാൽ മതി, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. 28ന്റെ ഡബിൾ ആണ് 44, ആ 44ന്റെ ഡബിൾ ആണ് 88. അപ്പോൾ പോസിബിൾ അല്ല, കാരണം 22 ഇൻറ്റു 2 ആണ് 44, 22 ഇൻറ്റു 2 ആണെന്ത് 44 വരുന്നത്. അതുപോലെ തന്നെ 44 ഇൻറ്റു 2 തന്നെയല്ലേ 88 എന്ന് വരുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ മാത്രം നോക്കിയിട്ട് ആൻസർ ചെയ്യാം, അല്ലാതെ റൂട്ട് ഓഫ് 88 ഇൻറ്റു 22 എന്ന് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തെന്താ പറയുന്നത്? അടുത്തൊരു ഒരുപാട് ഏരിയയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 2 numbers ആർ ഇൻ ദ റേഷ്യോ 5:6. അതിലേക്ക് എന്ത് ചെയ്തു, ആ രണ്ട് നമ്പറിലേക്ക് രണ്ടിലും 6 ആഡ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, റേഷ്യോ 7:8 ആയി. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതാണെന്നാ ചോദ്യം. എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിന് 5:6 ഉള്ള റേഷ്യോ ഉള്ള നമ്പേഴ്സ് ഏതാ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ എല്ലാം 5:6 ആണ്. അപ്പം ഒന്നുകൂടി നോക്കുക, എന്ത് അതിലേക്ക് 6, രണ്ടിലേക്ക് ഓരോ 6 ആഡ് ചെയ്യുമ്പോൾ 7:8 കിട്ടുന്ന റേഷ്യോ ഏതാണെന്ന് കൂടെ നോക്കാം. അവിടെ നോക്കുമ്പോൾ എന്താണ്, രണ്ടാമത്തെ ഫസ്റ്റത്തെ ഇത് പറയുന്നത് 7 ആണ്. ഒറ്റ ഒന്ന് ആലോചിച്ചാൽ മതി, ഫസ്റ്റത്തെ നമ്പറിലേക്ക് 6 ആഡ് ചെയ്യുമ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്ന ഏത് നമ്പറാണ് നോക്കിയാൽ മതി. ഇവിടെ 10ലേക്ക് 6 ആഡ് ചെയ്യുമ്പോൾ 16 കിട്ടുക, 7ന്റെ മൾട്ടിപ്പിൾ അല്ല. 20ലേക്ക് 6 ആഡ് ചെയ്യുമ്പോൾ 26 ആണ്, 7ന്റെ മൾട്ടിപ്പിൾ അല്ല. 15ലേക്ക് 6 ആഡ് ചെയ്യുമ്പോൾ 21 കിട്ടുന്നുണ്ട്, 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് പോസിബിൾ ആണ്. അടുത്തൊന്ന് നോക്കാം. 5ലേക്ക് 6 ആഡ് ചെയ്യുമ്പോൾ 11 ആണ് കിട്ടുന്നത്, അത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ പോസിബിൾ ആയിട്ട് ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിന്റെ എന്താ പറയുക, ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇനി വേറൊരു മെത്തേഡ് എന്താണ്? നമുക്കറിയാം 5:6 ആണ് നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇതിലേക്ക് രണ്ടിലേക്കും ഏതോ ഒരു ഈക്വൽ നമ്പർ, അതായത് 6 ആഡ് ചെയ്തപ്പോൾ എന്തായി, 7:8 ആയി. നമുക്കറിയാം ഒരേ നമ്പറിലേക്ക് നമ്മൾ ഈക്വൽ നമ്പർ തന്നെ ആഡ് ചെയ്താൽ അതിന്റെ ഡിഫറൻസിന് മാറ്റം ഉണ്ടാവും ഇല്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4:3 ആണ് നമ്പർ എന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മൾ 6 ആഡ് ചെയ്തു, അപ്പോൾ എത്രയായി, 10ഉം 9ഉം ആയി. ഇവിടെ ഉണ്ടായിരുന്ന അതേ ഡിഫറൻസ് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുക, കാരണം ഈക്വൽ നമ്പറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ എന്താണ്, ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നമ്മൾ ഈക്വൽ ആക്കാം. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഓൾറെഡി ഡിഫറൻസ് ഈക്വൽ ആണ്. 5ഉം 6ന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, 7ഉം 8ന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് ഈക്വൽ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, ഈ 5ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസും 6ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസും ഈക്വൽ ആവും. അങ്ങനെ ആവണം. അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്, നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ രണ്ടും എന്താണ്, ഡിഫറൻസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ ഇൻക്രീസ് ആവുന്ന നമ്പറും ഈക്വൽ ആണ്. അപ്പോൾ ഇൻക്രീസ് ആവുന്ന എത്രയാണ്, 2 യൂണിറ്റ് ആണ്. ആ 2 യൂണിറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 6 എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് എത്രയാണ്, 3 ആണ്. 1 യൂണിറ്റ് 3 ആണെങ്കിൽ നമ്മുടെ റിയൽ നമ്പേഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 5നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6നെയും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും, 5 × 3 എന്ന് പറഞ്ഞാൽ 15, 6 × 3 എന്ന് പറഞ്ഞാൽ 18 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അതിന് ഏറ്റവും ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് അത് നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, ഇൻ എ കോളേജ് 25% ഓഫ് മെയിൽ ഫാക്കൽറ്റീസ് ആർ സെയിം ഇൻ നമ്പർ ആസ് 1/3 ഓഫ് ദ ഫീമെയിൽ ഫാക്കൽറ്റീസ്. അതായത് മെയിൽ ഫാക്കൽറ്റീസിന്റെ 25%ഉം ഫീമെയിൽ ഫാക്കൽറ്റീസിന്റെ 1/3 എടുത്താൽ എന്താണ്, ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യം എന്താണ്, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് മെയിൽ ഫാക്കൽറ്റി ടു ഫീമെയിൽ ഫാക്കൽറ്റി? ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് എന്താണ്, ആദ്യം നമ്മൾ മെയിൽ ഫാക്കൽറ്റി എടുക്കുകയാണെങ്കിൽ അതിന്റെ 25% എന്ന് പറഞ്ഞാൽ എന്താ, 1/4. അതെന്തിന് ഈക്വൽ ആണ്, ഫീമെയിൽ ഫാക്കൽറ്റീസിന്റെ 1/3 ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താൻ എന്ത് കിട്ടും, മെയിൽ ഈസ്റ്റ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 4:3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്താ ഓപ്ഷൻ എ. അപ്പോൾ ഓപ്ഷൻ എ 4:3ഉം ഓപ്ഷൻ ബി 3:4 ഉണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കണം എന്താണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ക്വസ്റ്റ്യനിൽ ഫീമെയിൽ ഈസ്റ്റ് മെയിൽ ആണ് ചോദിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നേരെ 3:4 ആൻസർ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന റേഷ്യോന്റെ ഇൻവേഴ്സും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് നോക്കുക ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് മെയിൽ ഈസ്റ്റ് ഫീമെയിൽ തന്നെ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇത് വരും ആൻസർ ഓപ്ഷൻ എ വരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദ ഇൻകംസ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 3:2 ആണ്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ സേവിങ്സ് 4000 ആണ്, അപ്പോൾ ബിയുടെ സേവിങ്സ് എത്രയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എടുത്ത് എഴുതാം. ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്. ഇവിടെ എയും
ബി. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. എയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 14,000 ആണ്. ബിയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. വേറെ എന്താ തന്നിട്ടുള്ളത്? എയുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ 4,000 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? നമുക്കറിയാം ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. നമുക്ക് ചിലവായ പൈസയും നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള പൈസയും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഇൻകം ആവുന്നത്. അപ്പോൾ ശരിക്കും എയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, എയുടെ സേവിങ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? ഇൻകം കിട്ടും. അപ്പോൾ 14,000 4,000 കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 18,000 ആണ് എയുടെ ഇൻകം. അതുപോലെ തന്നെ എയുടെയും ബിയുടെയും ഇൻകത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:2 ആണ്. ഇതിൽ 3 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയ എത്ര? 18,000 എന്ന് പറയുന്നത്. അതായത് 3 × 6 ചെയ്യുക, പിന്നെ 3 0 കൊടുക്കുക. അപ്പോൾ 2 യൂണിറ്റ് വേണം എന്ത് ചെയ്യാം? 2 × 6 ചെയ്യുക, 12, 3 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബിയുടെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 12,000 ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? സേവിങ്സ് അല്ലേ? ബിയുടെ സേവിങ്സ് അല്ലേ? അപ്പോൾ ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ മതി. അപ്പോൾ ബിയുടെ സേവിങ്സ് എത്ര കിട്ടും? ഇൻകം 12,000 ആണ്, എക്സ്പെൻഡിച്ചർ 10,000 ആണ്. അപ്പോൾ അതിന് കുറച്ച് ഡിഫറൻസ് എടുത്ത് എന്ത് കിട്ടും? 2,000. അപ്പോൾ ബിയുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ 2,000. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പറയുന്ന സമയമൊന്നും എടുക്കില്ല. നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയടിക്ക് മനസ്സിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത എന്താണ്? 2/3 ഓഫ് ചിൽഡ്രൻ ആർ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 1:12 years. അതായത് ടോട്ടൽ ചിൽഡ്രനിലെ 2/3 ആൾക്കാരും 12 വയസ്സിന്റെയും 1 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ 3/4 ആൾക്കാർ എന്താണ്? 1 വയസ്സിന്റെയും 8 വയസ്സിന്റെയും ഇടയിലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ 9 വയസ്സിന്റെയും 12 വയസ്സിന്റെയും ഇടയിലുള്ള ടോട്ടൽ ചിൽഡ്രന്റെ എത്ര ഫ്രാക്ഷൻ ആണുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചിൽഡ്രൻ ചെയ്തെടുക്കാം. അതിലെന്താണ്? 2/3 ആൾക്കാർ 1:12 ഇയേഴ്സിന്റെ ഇടയിലാണ്. അപ്പോൾ ഈ 1:12 ഇടയിൽ പെടുന്നതല്ലേ ഈ 1 മുതൽ 8 വരെയുള്ളതും 9 മുതൽ 12 വരെയുള്ളതൊക്കെ എഴുതാൻ വിടുക. 1 മുതൽ 12 വരെയുള്ളതാണ് വിടുക. പക്ഷെ ഇതിലെന്താണ്? 3/4 ആൾക്കാർ, അതായത് 1 to 12 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ളതിന്റെ 3/4 ആൾക്കാർ എവിടെയെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 1 മുതൽ 8 വരെ വയസ്സുള്ള ഇടയിലാണ്. അതായത് ടോട്ടൽ 1 to 8ന്റെ ഇടയിൽ 3/4 ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള 1/4 ആൾക്കാരാണ് എവിടെയുള്ളത്? 9 to 12 ഇയേഴ്സിന്റെ ഇടയിലുള്ളത്. അപ്പൊ ടോട്ടൽ ചിൽഡ്രന്റെ 2/3 എവിടെയാണ്? 1 മുതൽ 12 വയസ്സിന്റെ ഇടയിലാണ്. അതിലുള്ളതിന്റെ 1/4 മാത്രമേ എവിടെയുള്ളൂ? 9 to 12 ഉള്ളൂ. കാരണം ബാക്കിയുള്ള 3/4 അവിടെ പോയി, 1 to 8 പോയി. അപ്പൊ ഇതാണ് ഫ്രാക്ഷൻ. ഈ ഫ്രാക്ഷൻ എന്താണ്? നമ്മൾ ഈ 2 4 കട്ട് ചെയ്ത് പോയ ബാക്കി എന്ത് കിട്ടും? C × 1/6. അതായത് ടോട്ടൽ ചിൽഡ്രന്റെ 1/6 പാർട്ട് ആൾക്കാരാണ് എവിടെ ഉള്ളത്? ഈ 9 to 12 ഏജ് ഗ്രൂപ്പിന്റെ ഇടയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പോവാം. ഇനിയിപ്പോൾ നമ്മോട് 1 to 8ന്റെ ഇടയിലാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലോ C × 2/3 × 3/4 ചെയ്താൽ മതി ഡയറക്റ്റ്. പക്ഷെ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് 9 to 12 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 1/4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 3 categories of employees get wages in the ratio. വേജിന്റെ റേഷ്യോ എത്രയാണ്? 1:2:3 ആണ്. അവർക്ക് എന്ത് ചെയ്തു? ഓരോരുത്തർക്കും 5%, 10%, 15% വെച്ച് ഇൻക്രിമെന്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവരുടെ ന്യൂ വേജിന്റെ റേഷ്യോ എത്രയാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്താണ് റേഷ്യോ ആദ്യം എടുത്തത്? 1:2:3 ആണ്. 3 റേഷ്യോയിലാണ്. ഇനി എന്താ പറഞ്ഞത്? ഫസ്റ്റത്തെ ആളുടെ 5% ഇൻക്രിമെന്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം 5% ഇൻക്രിമെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്രയായി? 105% ആയി. 105%. അതായത് ഡിവൈഡ് ബൈ 100 വരും. രണ്ടാമത്തതോ 10% കൊടുത്തു, അപ്പൊ 110%. മൂന്നാമത്തതോ 15% കൊടുത്തു, അപ്പൊ 115%. എല്ലാത്തിനും പെർസെൻറ്റേജ് കട്ട് ചെയ്ത് പോകും. കാരണം എന്താ? ഡിവൈഡ് ബൈ 100 എല്ലാത്തിനും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തുണ്ടാവും? 105. 110 × 2 എന്ന് പറഞ്ഞാൽ 220. 3 × 115 എന്ന് പറഞ്ഞാൽ 345. അപ്പൊ നമുക്കിതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്യാം. എന്താണ്? 105-ലും 220-ലും 345-ലും എന്ത് പോകും? 5 പോകും. അപ്പോൾ 5 പോകുമ്പോൾ എന്ത് കിട്ടും? 105-ൽ 5 പോകുമ്പോൾ 221 കിട്ടും. 120-ൽ 5 പോകുമ്പോൾ 44 കിട്ടും. 345-ൽ 5 പോകുമ്പോൾ 69 കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഞാൻ എങ്ങനെ പെട്ടെന്ന് 21:44:69 എഴുതിയെന്ന്? ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ഫസ്റ്റത്തെ 105 ഡിവൈഡ് ബൈ 5 എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ ഒരു ഡെസിമൽ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. 105ന്റെ ഡെസിമൽ ഒന്ന് മാറ്റി കൊടുത്താൽ എത്ര കിട്ടും? 10.5 കിട്ടും. അതിന്റെ ഡബിൾ എടുക്കുക. അതാണെന്ത്? ഈ 21 എന്ന് പറയുന്നത്. ഇനി അടുത്തതോ 220ന്റെ നേരെ ഒരു ഡെസിമൽ മാറ്റുക. അപ്പോൾ 22.0, അതായത് 22. അതിന്റെ ഡബിൾ എടുക്കുക. എത്രയാണ്? 44. അടുത്ത 345 34.5 വരും. അതിന്റെ ഡബിൾ എടുക്കുക. എത്രയാണ്?
69. അങ്ങനെയാണ് ഞാൻ ഈ പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതാണ് 21:44 69. ഇതിൽ ഇനി ഏതെങ്കിലും കട്ട് ചെയ്ത് പോയില്ല. അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ പെർസെൻറ്റേജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് ഈ 1:2:3 എന്നുള്ളതിന് എങ്ങനെ എഴുതാം, ഒരു 100:200:300 നമുക്ക് ഏത് റേഷ്യോയിൽ എഴുതാമല്ലോ. കാരണം നമ്മുടെ റേഷ്യോ 1:2:3 ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി 100ന്റെ 5% കൂടി എത്രയായി, 105 ആയി. 200ന്റെ 10% കൂടി എത്രയായി, 220 ആയി. 300ന്റെ 15% കൂടി എത്രയായി, 345 ആയി. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ റേഷ്യോ എടുത്താൽ മതി. അല്ല നമ്മളിനി 1:105% 2:110% എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള വാല്യൂ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റേഷ്യോ ഓഫ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ എ സ്റ്റുഡന്റ്. ഇത് നേരത്തെ ചെയ്ത സെയിം മോഡലാണ്. എന്താണ്, ഒരു സ്റ്റുഡന്റിന് കിട്ടിയിട്ടുള്ള മാർക്കിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2:3 ആണ്. അപ്പം എന്ത് ചെയ്തു, സ്കൂള് എല്ലാ പെർസെൻറ്റേജിനും അല്ല എല്ലാ സബ്ജക്റ്റിനും 5% വെച്ച് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ എത്രയാണ് ചോദ്യം. നേരത്തെ എന്തായിരുന്നു, നേരത്തെ നമുക്ക് എല്ലാം ഡിഫറെന്റ് പെർസെൻറ്റേജ് ആയിരുന്നു ഇൻക്രിമെന്റ്. ഇവിടെ എന്താണ്, സെയിം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 1:2:3 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തേന് 5% കൂട്ടി, എന്താണ് ഇപ്പോൾ എത്രയായി, നേരത്തെ ഉള്ളതിന് 105% ആയി. രണ്ടാമത്തതും 5% കൂട്ടി എത്രയായി, 105% ആയി. മൂന്നാമത്തതും 5% കൂട്ടി എത്രയായി, 105% ആയി. അപ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യാം, 105 കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്ത് റേഷ്യോന് കിട്ടും, 1:2:3 റേഷ്യോ കിട്ടും. അതായത് ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സെയിം പെർസെൻറ്റേജ് ആണ് എല്ലായിടത്തും കൂട്ടുന്നുണ്ടെങ്കിൽ റേഷ്യോക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. സെയിം പെർസെൻറ്റേജ് ഇൻക്രിമെന്റ് ആണെങ്കിൽ പഴയ റേഷ്യോ എത്രയാണോ അത് തന്നെ ആയിരിക്കും നമുക്ക് പിന്നെയും കിട്ടാൻ പോകുന്നത്. സെയിം പെർസെൻറ്റേജ് ആണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തതിൽ നമ്മൾ എന്താണ്, ആദ്യം 5%, പിന്നെ 10%, പിന്നെ 15%, ഡിഫറെന്റ് പെർസെൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് 1:2:3 നിന്ന് ഒരു ഡിഫറെന്റ് റേഷ്യോ അവസാനം കിട്ടിയത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇത് ഡിനോമിനേഷൻ, കോയിൻ ഡിനോമിനേഷന്റെ ഒരു ചോദ്യമാണ്. ഇത് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്, ഒരു പേഴ്സിൽ 455 രൂപയുണ്ട്. അതിൽ 1 റുപ്പി കോയിൻ ഉണ്ട്, 2 റുപ്പി കോയിൻ ഉണ്ട്, 5 റുപ്പി കോയിൻ ഉണ്ട്. അതുപോലെ തന്നെ ആ കോയിൻസിന്റെ റേഷ്യോ എന്താണ്, 2:4:5 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര 2 റുപ്പി കോയിൻ ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്താണ്, എത്ര റേഷ്യോ ഉണ്ട് നോക്കാം. എത്രയാണ്, ഇവിടെ നമ്മൾ 1 RS 2 റുപ്പീസ് 5 റുപ്പീസ് എഴുതുകയാണ്. അതുപോലെ തന്നെ എത്ര റേഷ്യോ ഉണ്ട്, 2:4:5 റേഷ്യോ ഉണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്ര വരും, വാല്യൂ വരുമ്പോൾ നമ്മൾ നോക്കാം. 2 റുപ്പീന്റെ അല്ല 1 റുപ്പിയുടെ 2 കോയിൻ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര വാല്യൂ വരും, 2:1. ഓക്കെ, 2 വരും. അതുപോലെ തന്നെ 2 റുപ്പീസിന്റെ 4 കോയിൻസ് ഉണ്ടെങ്കിൽ എത്ര വാല്യൂ വരും, 2:4 8 വരും. അതുപോലെ തന്നെ 5 റുപ്പീസിന്റെ 5 കോയിൻസ് ഉണ്ടെങ്കിൽ എത്ര വാല്യൂ വരും, 25. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയായി, 2, 10, 25 എന്ന് പറഞ്ഞാൽ എത്രയായി, 35. ഈ 35 യൂണിറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. എത്ര, 455 എന്ന് പറയുന്നത്. അപ്പോൾ 35നെ നമ്മൾ പെട്ടെന്ന് 35 ഇൻറ്റു എത്രയാണ് 455 എന്ന് കണ്ടെത്താൻ പറ്റണം. എത്രയാണ് 35 ഇൻറ്റു നമ്മൾ ചെയ്യുമ്പോൾ 10 വരെ 350 പോകും. പിന്നെ 105 ഉണ്ട്, അത് ഇൻറ്റു 3, അതായത് 35 ഇൻറ്റു 13 ആണെന്ത് 455 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ കാണേണ്ടത്, എത്ര 2 റുപ്പീസ് ഉണ്ട് എന്നാണ് കാണേണ്ടത്. അപ്പോൾ 2 റുപ്പീസിന്റെ വാല്യൂ എത്രയാണ്, 8 യൂണിറ്റ് ആണ്. അപ്പോൾ 8 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 8 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 88, 96, 104, 104 കിട്ടും. അപ്പോൾ 104 എന്തുണ്ട്, 2 റുപ്പി കോയിൻസ് ഉണ്ട് എന്നല്ല, 104 രൂപയുടെ മൂല്യമുള്ള 2 റുപ്പി കോയിൻസ് ഉണ്ട്. അപ്പോൾ 104 രൂപ ഉണ്ടാവണമെങ്കിൽ എത്ര 2 റുപ്പി കോയിൻസ് മതി, അതിന്റെ പകുതിയായ 52 2 റുപ്പി കോയിൻസ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടും, 104 രൂപ കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ 8 യൂണിറ്റ് കാണാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ കോയിൻസിന്റെ റേഷ്യോ എത്രയാണ്, 2:4:5 ആണ്. അപ്പോൾ ഡയറക്റ്റ് ആ 4 യൂണിറ്റ് കണ്ടാൽ മതി. 4 യൂണിറ്റ് എത്രയാണ്, 4 × 13 എന്ന് പറഞ്ഞാൽ 52 നമുക്ക് ഡയറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ വാല്യൂ ആണ് ചോദിച്ചതെങ്കിൽ 8 യൂണിറ്റ് കാണാം. ഇവിടെ നമ്മുടെ കോയിന്റെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ നമ്മൾ 4 യൂണിറ്റ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കഴിഞ്ഞ NTPCക്ക് ചോദിച്ചിട്ടുള്ള റേഷ്യോയിൽ നിന്ന്. ഇനിയിപ്പോൾ റേഷ്യോന്റെ തന്നെ വേറൊരു ഭാഗമായിട്ടുള്ള ഏതുണ്ട്, പാർട്ട്ണർഷിപ്പ്, പ്രോബ്ലംസ് ഓൺ ഏജസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സബ് ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് കമ്പൈൻഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒരു ടോപ്പിക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ച് തരാം. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എന്താണ്, എല്ലാവർക്കും ബൈ.